അത് എങ്ങനെയുണ്ട്? ലാസ്റ്റ് ടൈം ഞാൻ രാമേശ്വരം കഫേയിൽ പോയില്ലേ ബാംഗ്ലൂര്, അതേപോലെ ഉണ്ട്, അടിപൊളി ടേസ്റ്റ്. ഹലോ ഗായ്സ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എന്താ ഇന്നത്തെ നമ്മുടെ പരിപാടി? ഇന്ന് നമ്മള് സാധാരണത്തെ പോലെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മള് ഒരു വീക്കെൻഡ് ആണ്. സോ ലാസ്റ്റ് വീക്കെൻഡ് നമ്മൾ കുറച്ച് പരിപാടി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ആ ഷീമാട്ടി വ്ളോഗ് അല്ലേ? ഷീമാട്ടിക്ക് പോയ വ്ളോഗ്. അപ്പൊ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഗൈസ് ഇന്ന്. സോ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് കുറച്ച് പരിപാടി അവിടെ ചെയ്യാനുണ്ട് അല്ലേ? അതെ, നമ്മള് ലാസ്റ്റ് ടൈം അവിടെ പോയപ്പോ കുറച്ച് ഐറ്റംസ് ഡിസൈൻ ചെയ്യാൻ പ്ലാൻ ചെയ്തു. ലൈക്ക് 1-2 കൊടുത്തു. സോ ബാക്കിയുള്ളത് നമുക്ക് അവിടത്തെ മെയിൻ ഡിസൈനറെ കണ്ടിട്ട് സംസാരിക്കാനുണ്ട്. അത് സാറിന്റെ ഐറ്റംസ് ആണ്. സാറിന്റെ കുറച്ച് ഡ്രസ് മെയിൻ ഡിസൈനർ. അതെ ഗൈസ്, ഞങ്ങളുടെ വെഡിങ് ഡ്രസ്സിന്റെ പ്ലാൻസ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനാണ്. ഇതാണ് ഞങ്ങളുടെ വെഡിങ് ഡിസൈൻ ആൻഡ് ഡ്രസ് എടുക്കുന്ന വ്ളോഗ്. സോ അതിലെ ഫസ്റ്റ് വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഞങ്ങളുടെ സെക്കൻഡ് വ്ളോഗ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്ലാൻ. സോ ഇവളുടെ ഓൾറെഡി ഓൾമോസ്റ്റ് ഫിക്സ്ഡ് ആണ്. ഒരു ഹാഫ് പോർഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ കുറിച്ച് അതിന്റെ ബാക്കി ഇന്ന് നമ്മള് ബാക്കി സാധനം കൊടുത്ത് അത് ഫിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിന്റെ പോർഷൻ, അടുത്ത പോർഷൻ വരുന്നത് നമ്മൾ ഡിസംബറിലാണ്. ഇനി എന്റെ കാണാൻ വേണ്ടി പോകുന്നത്. എന്റെ ഇന്ന് കുറച്ച് എന്തെങ്കിലും നോക്കിയിട്ട് സെറ്റ് ചെയ്യും. അത് ഓക്കെ ആണെങ്കിൽ ഇന്നത്തെയും കൊണ്ട് ആ പരിപാടി തീരുമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഡിസൈൻ ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ എടുക്കാം. അപ്പൊ അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പൊ നമ്മുടെ വെഡിങ്ങിന്റെ രണ്ടാമത്തെ പാർട്ട് 2 അതാണ് ഗൈസ് ഇന്നത്തെ പരിപാടി. അതിനകത്ത് പോയി വീഡിയോ എടുക്കാൻ അതെ, അത് പറയാൻ വിട്ടുപോയി. ലാസ്റ്റ് ടൈം നമുക്ക് അവിടെ ഷീമാട്ടി കയറി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അകത്ത് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കൂടുതൽ അതിനെ കുറിച്ച് കാണിക്കാനും പറ്റില്ല. പിന്നെ നമ്മുടെ വെഡിങ് ഡ്രസ് എന്തായിരിക്കും എന്നൊക്കെ നിങ്ങൾ പതിയെ പറയാം. അത് ഒന്നും നമ്മളിപ്പോ റിവീൽ ചെയ്യുന്നില്ല. യു ഗൈസ് വെയിറ്റ് ആൻഡ് സീ. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. സോ അപ്പൊ അതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിൽ റിപ്ലൈ ചെയ്യാം. യെസ്, നമുക്ക് നിങ്ങൾ എന്തായിരിക്കും എന്നൊക്കെ ഗസ് ചെയ്തോ. ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോ. പിന്നെ അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങോട്ടേക്ക് പോവല്ലേ? ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ചായ കുടിച്ചിട്ടാണോ പോകുന്നത്? എപ്പൊ ഇറങ്ങിയാലും ഒരു ചായ കുടിപ്പുണ്ടാവില്ലേ? ചായ കുടിക്കേണ്ട സമയത്ത് ഇറങ്ങുന്നോണ്ടല്ലേ കറുത്ത പട്ടി. അതെ, ഇവിടെ റോഡ് ബ്ലോക്ക് ആയല്ലോ. ഇവിടെ ഫുൾ ബ്ലോക്ക് ആയി. ഇവിടെ റോഡ് ബ്ലോക്ക് ആയി ഗൈസ്. അത് കുഴപ്പമില്ല, എന്തായാലും ബ്ലോക്ക് ക്ലിയർ ആയി. ചെറിയ റോഡാ, പറഞ്ഞൊരു കാര്യമില്ല. അപ്പൊ കൊറേ വണ്ടികളും വരുന്നുണ്ട്. ചെറിയ റോഡാണ്. എറണാകുളത്ത് എല്ലാം അങ്ങനെയാണ്, ചെറിയ ഇത് വൈറ്റില നമ്മള് വെന്നല അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ഷോർട്ട് കട്ടാണ്. സോ ഇതില് ചെറിയ റോഡായതുകൊണ്ട് ഇഷ്ടംപോലെ വണ്ടികളും വരുന്നുണ്ട്. അപ്പൊ ചെറിയ ബ്ലോക്ക് ഒക്കെ വരും. എന്നാലും പിന്നെ കുഴപ്പമില്ല, നമുക്ക് ഇതിലെ പോയാൽ നമ്മൾ പെട്ടെന്ന് എത്തും. നമ്മളെ പ്ലാൻ എന്താ അടുത്തത്? ഇങ്ങനെയൊക്കെ വെക്കും, മൈൻഡ് ആക്കല്ലേ. നമ്മള് വണ്ടി എടുത്തിട്ട് പോക്കണം. ചെറിയൊരു പ്ലാൻ ചേഞ്ച് ഉണ്ട്. എന്താന്നറിയോ? നേരത്തെ പറഞ്ഞുള്ളൂ ചായ കുടിക്കണോന്ന്. നമ്മുടെ പ്ലാനിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. അപ്പൊ ഇവള് നേരത്തെ പറഞ്ഞത് ചായ കുടിക്കണോന്ന്. അപ്പൊ ചായ കുടിക്കാൻ എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് കേറാന്ന് ഓർത്തു. എന്നാൽ നമ്മുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് അല്ലേ, നമ്മുടെ ഒരു ചെറിയൊരു ബക്കറ്റ് ഉണ്ട്. ആ ബക്കറ്റിലെ കുഞ്ഞു ബക്കറ്റ്, അതെ, കുഞ്ഞു ബക്കറ്റിൽ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ചായ സ്പോട്ട് അല്ലേ, ഒരു ടീ സ്പോട്ട് ആണ്. ആ ടീ സ്പോട്ടാണ് ഫുഡ്, അതെ, ഒരു ഫുഡ് സ്പോട്ടാണ്. അപ്പൊ ആ സ്പോട്ടിൽ അങ്ങനെ പോയിട്ട് ചായ കുടിച്ചിട്ട് പോയാലോ എന്ന് ആലോചിക്കുന്നല്ലേ? അത് ഏതാ സ്ഥലം എന്നൊക്കെ നിങ്ങൾക്ക് കാണിക്കാം. വീഡിയോ കണ്ടിരിക്കുക ഗൈസ്. അപ്പൊ നമ്മള് സ്ഥലത്ത് എത്തിയിട്ട് നമ്മൾ കാണിക്കാം എവിടെയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ബാംഗ്ലൂർ വരെ നമ്മൾ പോയിട്ടുണ്ട് ഈ സാധനത്തിന് വേണ്ടി. അപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇവിടെ പോണോന്ന് പറഞ്ഞ് ആലോചിക്കുന്നുണ്ട്. ഇനി അവിടെ എത്തിയിട്ട് കാണിക്കാം ഏതാ സ്പോട്ട് എന്നൊക്കെ. അത് കൊച്ചി തന്നെ ഉണ്ട് ഗൈസ്. സോ സ്റ്റേ ട്യൂൺഡ്, അങ്ങനെ കണ്ടോണ്ടിരിക്കൂ. നമ്മൾ ഇറങ്ങിയ കാര്യത്തിൽ നിന്ന് വേറെ ഏതോ റൂട്ടിലേക്ക് മാറിയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മള് 2 മിനിറ്റ് ചായ സ്പോട്ട് തപ്പി നമ്മളൊരു 1/2 എത്ര 2 കിലോമീറ്റർ എക്സ്ട്രാ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതും അറിയാത്ത ഏതോ പുതിയ വഴി. നമ്മളിപ്പോ വൈറ്റിലൊക്കെ എത്തി ഗൈസ്. വൈറ്റില കടവന്ത്രയൊക്കെ കറങ്ങി ഫുൾ എറണാകുളം കറങ്ങുന്നുണ്ട്. എന്നാലും നമ്മളിപ്പോ ഒരു 2 മിനിറ്റില് ഇപ്പൊ അവിടെ എത്തും, നമ്മുടെ സ്പോട്ടിൽ എത്തും.
വന്ന കാര്യം മറക്കുന്നടാ. ഞാൻ വന്നത് നിന്റെ കല്യാണടാ. ആ ശരിയാ, നമ്മൾ കല്യാണത്തിന് വേണ്ടി ഒരു ഡ്രസ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ വെഡിങ് ഗ്രൂം ഡ്രസ് ആൻഡ് ബ്രൈഡൽ ഡ്രസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗൈസ് ഇറങ്ങിയത്. പക്ഷെ നമ്മളിപ്പോ വഴി മാറി നമ്മൾ ചായക്കടയ്ക്ക് വേണ്ടി എറണാകുളം ഫുള്ള് കറങ്ങുന്നത് ഗൈസ്. വേറെ എന്തൊക്കെയോ ആണ് കണ്ണ് കാണുന്നത്. എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് വേഗം അങ്ങോട്ടേക്ക് പോവാം. ആദ്യം ചായന്റെ സ്പോട്ട് കണ്ടുപിടിക്കണ്ടേ. ഇവിടെ ഞാൻ എന്തൊക്കെയോ എന്റെ കടല് കാണുന്നുണ്ട് കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൊറേ സാധനങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ ഇപ്പൊ എത്തും. എത്ര ഉണ്ട് ഇനി? ഇപ്പൊ 1 മിനിറ്റ്. 1 മിനിറ്റിലൊരു 4 കറക്കൂടെ കറങ്ങിട്ട് നമുക്ക് കാണാം. അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അത് കണ്ടിട്ട് ഏതൊരു നാട്ടുവഴിയാന്ന് തോന്നില്ലേ? 2 സൈഡിലും മരമൊക്കെ വളർന്ന് ആ മരം വെച്ച് ക്ലോസ് ആയിട്ട് ബാംഗ്ലൂർ റോഡ് പോലെ എനിക്ക് തോന്നുന്നത്. അത്രക്കുണ്ടോ? അത്ര കൊഴപ്പില്ല. ഒരു തണലൊക്കെ ഉണ്ട്, നല്ല തണലുണ്ട്. അതേപോലത്തെ ഒരു സെറ്റപ്പിലാണ് ആ ഷോപ്പും. ബാംഗ്ലൂരിലെ മറ്റേ രാമേശ്വരം കഫേ പോലെ അല്ലേ? അതെ അതെ. സൈഡ് മാറ്റി ചവിട്ടിയാൽ നന്നായിരുന്നു. ഞങ്ങൾക്കും പോണ്ടേ? നമ്മൾ എത്തി ഗൈസ്, നമ്മൾ സ്പോട്ടിലെത്തി. തല നോക്ക്, എന്ത് തല? ബ്ലൂ കളറ്. ഇതാണ് നമ്മുടെ സ്പോട്ട്, സോഷ്യൽ കിച്ചൺ. ഇതാണ് ഗൈസ് നമ്മൾ പറഞ്ഞ സ്പോട്ട്. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പാർക്കിംഗ് ഇല്ലേ? ഇവിടെ ഒരു കാർ ഇടാനോ? നോക്കാവേ. എവിടെ പോന്ന്? നമുക്ക് പാർക്കിംഗ് കിട്ടിയില്ല, അവിടെ പാർക്കിംഗ് ഫുൾ ആയിരുന്നു. അപ്പൊ നമ്മളിവിടെ കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഒരു സൈഡിൽ ഇട്ടിട്ടുണ്ട്. അത് നോ പാർക്കിംഗ് ആണെന്ന് അറിയില്ല. പൊക്കി നമ്മൾ എത്തി ഗൈസ്. ഇതാണ് സോഷ്യൽ കിച്ചൺ. സോഷ്യൽ കിച്ചണിലാണ് നമ്മൾ ഇന്ന് ചായ കുടിക്കാൻ പോകുന്നത്. ഇവിടെ കുറച്ച് രാമേശ്വരം, മറ്റേ ബാംഗ്ലൂരിലുള്ള രാമേശ്വരം കഫേ ഇല്ലേ, അതുപോലെ ഒരു സെറ്റപ്പിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് പറയുന്നത്. നമുക്കൊരു കോഫി, ഫിൽറ്റർ കോഫിയൊക്കെ വാങ്ങി കഴിച്ച് നോക്കാം. ഫിൽറ്റർ കോഫി. ദോശ കഴിക്കുന്നുണ്ടോ? ഉണ്ട്, പക്ഷെ വർക്കാവുന്നില്ലല്ലോ. ബില്ലിങ് ഒരു കോഫി വേണം. ഒരു കോഫിക്ക് 14 രൂപയാണ്. കുഴപ്പമില്ലല്ലോ. 14 ഉള്ളൂ, കുറവാ. നമ്മൾ പുറത്തു നിന്നൊക്കെ കോഫി കുടിക്കുമ്പോൾ 25 രൂപയാണ് ഗൈസ്. സോ ഇവിടെ 14 ഉള്ളൂ. 2 കോഫി. പിന്നെ സ്നാക്സ് ആണോ ദോശയാണോ? സ്നാക്സ് ഉണ്ടല്ലോ, ഇഡലി വട സ്നാക്സ്. ഓഹോ ഗൈസ്, നമ്മൾ ചായ കുടിക്കാന്ന് പറഞ്ഞു വന്നിട്ട് ഇവിടെ ദോശയൊക്കെ കഴിക്കാൻ പോകുന്നു. ഏതാ? ഉടുപ്പി ഗീ ദോശ. എന്തോ ഓപ്പൺ. നമ്മൾ ഓർഡർ ചെയ്തിട്ട് ബില്ല് കിട്ടി. കുറേ ബില്ല് കിട്ടിയിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ ബില്ലുണ്ട് ഗൈസ്. ഇത് അവിടെ കൊണ്ട് കൊടുക്കണം. 74. ആ ദോശ കൗണ്ടർ ഉണ്ട്, റൈസ് വെറൈറ്റീസ് ആണ്. ദോശ കൗണ്ടറിൽ കൊടുത്തു. ദോശയുടെ ഓപ്പൺ ബട്ടർ മസാല ദോശ. കോഫി അല്ലേ? കോഫി ലാസ്റ്റ് കൊടുത്താൽ മതി, പെട്ടെന്ന് എടുത്തത്. വട പറഞ്ഞില്ലല്ലേ? ഓക്കെ. പക്ഷെ വൈകിട്ട് ഒരു വട കഴിക്കലല്ലേ ഒരു വൈബ്. വട ഇല്ലാണ്ട് എന്താ ഒരു വൈബ്? അതെ, ഇവന്റെ ഒരു മെയിൻ സാധനമാണ് വട. ഇവൻ ഏത് റെസ്റ്റോറന്റിൽ പോയാലും ഫസ്റ്റ് വടയാണ് ഓർഡർ ചെയ്യുന്നത്. അല്ല, കോഫി, ഫിൽറ്റർ കോഫിയുടെ കൂടെ വട കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതെന്താ കൊണ്ടുപോകുന്നത്? എന്താ ചെന്ന ബട്ടൂരയാണോ? ദോശ ഇത് നമ്മുടെ ആണോ? നമ്മളെന്താ പറഞ്ഞു വാങ്ങിയത്? ഓ ഭയങ്കര ലെങ്തി ആണല്ലോ നെയ്മ്. നമ്മുടെ ഏതാ ടോക്കൺ നമ്പർ എത്ര? 74. നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാം. നമുക്ക് എവിടെയെങ്കിലും നല്ല സ്പോട്ട് കണ്ടുപിടിച്ചാലോ?
ഗൈസ് നമ്മളെ ദോശ ഫൈനലി സെറ്റ് ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 10 മിനിറ്റ്സ് ആയില്ലേ? 5 മിനിറ്റ്സ് ആയിട്ടുള്ളൂ. നമ്മൾ ഓർഡർ ചെയ്ത ഗീ ഓപ്പൺ ഗീ പൊടി മസാല ദോശ. ഗൈസ് നമ്മൾ ഓർഡർ ചെയ്ത ഓപ്പൺ ഗീ പൊടി മസാല ദോശ വന്നിട്ടുണ്ട്. ഇതാണ് കാണാൻ നല്ല രസമുണ്ട്. ബട്ടർ ഇട്ടിട്ടുണ്ട്, മസാല ഉണ്ട്, ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട്. ഒരു ബാംഗ്ലൂർ ഫീലുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. കോഫി എടുത്തിട്ടില്ലല്ലോ. കോഫി വാങ്ങിട്ട് വരാം ഞാൻ. കോഫി പെട്ടെന്ന് കിട്ടേണ്ടതാണ്, അതുകൊണ്ട് നമ്മൾ നേരത്തെ കൊടുക്കാണ്ടിരുന്നത്. ബിക്കോസ് കോഫി തണഞ്ഞു പോലോ. വെയിറ്റ് ചെയ്യാം. കോഫി കിട്ടി ഗൈസ്. കോഫിക്ക് വെയിറ്റിംഗ് ഇല്ല. വെയിറ്റിംഗ് ഇല്ലേ ഗൈസ്? നമ്മുടെ കോഫി ഫിൽറ്റർ കോഫി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എല്ലാം സെറ്റ് കിട്ടിയിട്ടുണ്ട്. കഴിക്കാം. ആദ്യം കുറച്ച് ദോശ എടുക്കാം. പൊടി എനിക്ക് സാധാരണ ഭയങ്കര ഇഷ്ടമാണ്. നോർമലി പൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനോട് മസാലയും ബട്ടറും കൂടെ ഇട്ടിട്ട് ഒരു കുറച്ച് ചമ്മന്തിയും കൂടെ കൂട്ടി കുറച്ച് സാമ്പാറും കൂടെ തൊട്ട് ഇങ്ങോട്ട് നൈസ് നൈസ് ഗൈസ്. സൂപ്പറായിട്ടുണ്ട്. ആ ഒരു ലെവലില് എത്തിച്ചിട്ടുണ്ട് അവര്. നൈസാണ്. ആ ബാംഗ്ലൂരിൽ സാമ്പാർ കുറച്ച് വെറൈറ്റി ആണ്. അത് ഉടുപ്പി സ്റ്റൈൽ. ഇത് കുറച്ച് കേരള. ഇത് നൈസാണ്. വേറെ ലെവലാണ്. എല്ലാവരും നൈസാണ്. എന്തായാലും ഒരു ഈവനിങ് ഒരു സ്പോട്ടാണ്. നല്ലൊരു ടീ സ്പോട്ട്, നല്ലൊരു ദോശ സ്പോട്ട്. നൈസാണ്. യെസ്, റേറ്റും കുറവാണ്. റേറ്റ് നല്ല കുറവാണ്. കോഫിക്കൊക്കെ ജസ്റ്റ് 14 രൂപയേ ഉള്ളൂ. എല്ലാവരും വന്ന് കഴിച്ചു. എവിടെയും കിട്ടൂല. യെസ്. 20 എത്ര ഉണ്ട്? നമ്മൾ ഐഡിയലി കഫേയിലൊക്കെ അത്ര റേറ്റ് ഉണ്ട്. പക്ഷെ എന്നാലും നല്ല ഫുഡ്. നമ്മളെന്തായാലും എപ്പോഴും രാമേശ്വരം കഫേ ബാംഗ്ലൂർ പോകാൻ പറ്റത്തില്ലോ. നമുക്ക് കൊച്ചി തന്നെ നല്ല ബാംഗ്ലൂർ സ്റ്റൈലിൽ നല്ല ദോശ കിട്ടുന്ന സ്ഥലം ഗൈസ്. എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. ചിയേഴ്സ്. അത് എങ്ങനെയുണ്ട്? ലാസ്റ്റ് ടൈം ഞാൻ രാമേശ്വരം കഫേയിൽ പോയില്ലേ, അതേപോലെ ഉണ്ട്. അടിപൊളി നിർത്താൻ പറ്റുന്നില്ല. എന്നാ കഴിച്ചോ ഗായ്സ്. നമ്മൾ കോഫി കുടിച്ച് ഇറങ്ങി. കോഫി മാത്രമല്ല കുടിച്ചത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. ഒരു ദോശയൊക്കെ കഴിച്ചു. വയറൊന്നും ഇങ്ങോട്ട് ഫുള്ളായി ഗൈസ്. നല്ല ബട്ടറൊക്കെ ഇട്ട് നല്ല സൂപ്പർ ദോശ. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഇപ്പം ഇറങ്ങി നേരെ ഷീമാട്ടിയിലേക്ക് പോവാം അല്ലേ? ഷീമാട്ടിയിൽ പോവാം. ഇനി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് ചെയ്യാം അല്ലേ? നല്ല റോഡാ. നല്ല കാമൻ കൂളായിട്ടുള്ളൊരു ഏരിയ. പക്ഷെ ഈ റോഡ് നല്ല വൃത്തിയുണ്ട്, നല്ല ഫീലുണ്ട്. അതാ കണ്ട കുഴപ്പമില്ല. നല്ല സ്ഥലമല്ലേ? നമ്മൾ ഇങ്ങോട്ടൊന്നും കൂടുതൽ വരാറില്ല. ഇടയ്ക്കൊക്കെ വരണം. വന്ന് ഇവിടെയൊക്കെ നിന്ന് സമാധാനമായിട്ട് കുറച്ച് സമയം ഇവിടെ എന്തെങ്കിലും പാർക്ക് പോലെ എന്തെങ്കിലും സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ അവിടെ എത്തി ഗൈസ്. ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തത്. പോവാം. എന്താ നമ്മൾ ഷീമാട്ടിയിലെത്തി ഗൈസ്. നേരെ അകത്തേക്ക് കയറാം. ദാ ഷീമാട്ടി. ഇത് ബാക്ക് സൈഡാണെന്ന് തോന്നുന്നു അല്ലേ? അതാണ് ഫ്രണ്ട് സൈഡ്. നമ്മൾ ബാക്കിൽ കൂടെയാണ് കയറുന്നത്. നമ്മളെ പാർക്കിംഗ് ഇവിടെ ആയിരുന്നു.
സോ അത് അവിടെ വണ്ടി എങ്ങനെ നിർത്തിയിട്ട് ഇവിടെ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. ഇവിടെ ലാസ്റ്റ് ടൈം നമ്മൾ വന്നപ്പോൾ ദീപാവലിയുടെ പടക്കം വെച്ചിട്ട് ഒരു ഡെക്കറേഷൻ ആ ഡെക്കറേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയി. ഓൾമോസ്റ്റ് കുറച്ചും കൂടെ ചെയ്യേണ്ടത് ഇടയ്ക്ക് ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ അകത്തേക്ക് കയറുവാണ് ഗൈസ്. സോ ഇനി കൂടുതൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇനി അകത്ത് കയറിയിട്ട് ബാക്കിയുള്ളത് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. പോവല്ലേ? കട്ട് ഗൈസ്. കുറേ നേരമായിട്ട് ഞങ്ങൾ കറങ്ങി മടുത്തു. ഒന്ന് ഇവിടെ ഇരുന്നു റെസ്റ്റിംഗ് ടൈം. വന്നിട്ട് 2, 3, 4, 5 മണിക്കൂറായി ഗൈസ്. കാലൊക്കെ വേദന എടുക്കുന്നു. ഓൾമോസ്റ്റ് എന്തൊക്കെയോ സെറ്റ് ആയിട്ടുണ്ട്. ബാക്കിയൊക്കെ പതിയെ കാണിക്കാം. അതെ നമ്മള് ഷീമാട്ടിന്ന് ഇറങ്ങി. നമ്മള് കേറിയ സമയം നിങ്ങൾക്ക് അറിയാം. അതെ, നമ്മളൊരു പകലായ സമയത്താണ്, പകലല്ല, ഒരു ബ്രൈറ്റ് ആയ ഒരു സമയത്താണ്, ഒരു ഈവനിങ് സമയത്താണ് കേറിയത്. രാത്രിയായി ഗൈസ്. ഓൾമോസ്റ്റ് ഒരു കുറച്ച് നേരമായി. 9 മണി കഴിഞ്ഞു. നമുക്ക് രാത്രിക്കത്തെ ഫുഡിന്റെ ഡിന്നറിന്റെ സമയമായി ഗൈസ്. നമ്മൾ ഓൾമോസ്റ്റ് കുറെ കറങ്ങി അവിടുത്തെ കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തു അല്ലേ? അതെ, കുറച്ചധികം നീണ്ട ഡിസ്കഷൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാൻ പറ്റാത്തത്. ബിക്കോസ് ആ ഡിസ്കഷൻ കേട്ടാൽ നിങ്ങൾക്ക് മടുക്കും അല്ലേ? നമ്മളെ കുറെ നേരം ഇതെന്താ ചെയ്യണ്ടേന്ന് ആലോചിച്ചിരിക്കും. അതെ, നമുക്ക് കൂടുതൽ ഐഡിയ ഇല്ല. എന്നാലും അവര് കുറെ നമുക്ക് പറഞ്ഞു തന്നു. എന്തായാലും എല്ലാം നമ്മൾ അതെല്ലാം കേട്ട് നമ്മുടെ ഒരു ഡിസൈനും അവരുടെ ഒരു പറഞ്ഞു തന്നത് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് ഒരു ഫ്ലോയിൽ എത്തിച്ച് വെച്ചിട്ടുണ്ട്. മേ ബി എല്ലാം ഓക്കെ ആയിരിക്കും. ഞങ്ങളുടെ ഒരു പെർഫെക്റ്റ് ഒരു വെഡിങ് ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ ഗൈസ്. കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. എന്തായിരിക്കും അറിയില്ല നമുക്ക്. അതെ, നമുക്ക് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. അവിടെയുള്ള ഡിസൈനേഴ്സ് ആണ്. നമുക്ക് ഓൾമോസ്റ്റ് നമുക്കൊരു കളർ തീം ഉണ്ട്, അത് മാത്രമേ നമുക്കുള്ളൂ. അല്ലാതെ നമുക്ക് ആ ഡിസൈൻസോ എന്താണെന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ ഇവളുടെ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് അത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്ലാന്. സോ അങ്ങനത്തെ രീതിയിൽ അവര് തന്നെ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിപ്പോയി, ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ. ഓക്കെ, നമുക്ക് ഓൾമോസ്റ്റ് അത് ഒരു ഫ്ലോയിൽ എത്തിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. കുറച്ച് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളെ കേരള സ്റ്റൈൽ വെഡിങ്ങിൽ നിന്ന് കുറച്ച് മാറിയിട്ടായിരിക്കും നമ്മളെ രണ്ടുപേരുടെയും ഔട്ട്ഫിറ്റ്. ഒരു ബന്ധമില്ലാത്ത ഒരു ഔട്ട്ഫിറ്റ് ആയിരിക്കും ഗൈസ്. നിങ്ങളെ കണ്ടു പരിചയമുള്ളതായിരിക്കില്ല ഒരിക്കലും. കണ്ടു പരിചയമുള്ളതിന്ന് ഡിഫറെന്റ് ആയിരിക്കും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ഇതുവരെ ചെയ്തു വെച്ചതില് വേറെ ആരും അതുപോലെ ചെയ്ത് കണ്ടിട്ടില്ല. കൈൻഡ് ഓഫ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതുപോലെ ചെയ്തിട്ടില്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. ഞങ്ങൾ ഈ ഡിസൈൻസിനെ കുറച്ചുകൂടെ അടുത്ത് കണ്ടുകൊണ്ട് നമുക്കത് മനസ്സിലായി ഇതുപോലെ ആരും ചെയ്തിട്ടില്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് കോപ്പി ചെയ്യാൻ നോക്കിയിട്ട് പോലും ആരും കിട്ടുന്നില്ല. ഓക്കെ, നമുക്കത് പതിയെ കാണിക്കാം. ഡിസൈൻ എന്താ ഞങ്ങളെ വെഡിങ്ങിന്റെ ഔട്ട്ഫിറ്റ് എന്താന്നൊക്കെ പതിയെ കാണിക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം. എന്താന്ന് വെച്ചാൽ നമ്മള് ആ കല്യാണം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഗൈസ്. ആ വെഡിങ് വരെ അതുവരെ നമ്മള് അതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ പറയുന്നില്ല. ഇതൊക്കെ അന്ന് നമുക്ക് റിവീൽ ചെയ്യാം. അന്ന് കാണുന്നതായിരിക്കുമല്ലോ ഒരു അത് നിങ്ങൾക്ക് കുറച്ച് സർപ്രൈസിങ് ആയിരിക്കില്ലേ? ഞങ്ങൾക്കും അതിന്റെ മുമ്പേ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫീൽ ഉണ്ടാവില്ല. സോ ഇന്ന് നമ്മൾ എല്ലാ ഡിസൈൻസും ഫൈനലൈസ് ചെയ്തു. ഇപ്പൊ നമ്മള് രണ്ടുപേരുടെയും കോസ്റ്റ്യൂമിന്റെ എല്ലാ ഡിസൈനും ഫൈനലൈസ് ചെയ്തു. ഇനി നമുക്ക് ഉള്ളത് ഒരു നെക്സ്റ്റ് അതിന്റെ അടുത്ത മാസം വന്നിട്ട് നമ്മൾ മെഷർമെന്റ്സ് എടുക്കും. അങ്ങനെയാണ് നമ്മളിപ്പോ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഡിസംബറോ ആ സമയത്ത് ഒരു മെഷർമെന്റ് എടുത്തിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് അവർക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിനു മുമ്പ് ബാക്കിയെല്ലാം നമ്മൾ ഫൈനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഡിസംബറിലായിരിക്കും ഇതിന് ബാക്കിയെല്ലാം പ്രൊസീഡ് ചെയ്യുന്നത്. അതുവരെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സെറ്റ് ചെയ്യാം ഗൈസ്. സോ ഡ്രസ്സിന്റെ ഔട്ട്ഫിറ്റിന്റെ കാര്യം ഇത്രേ ഉള്ളൂ. ഇനി സേവ് ദ ഡേറ്റ് അതിന്റെ കാര്യങ്ങളും അതിന്റെ ഔട്ട്ഫിറ്റും ആയിട്ടായിരിക്കും ഇനി നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ആക്ച്വലി സേവ് ദ ഡേറ്റിനെ കുറിച്ച് ഞങ്ങൾ ഇന്ന് അതിന്റെ അകത്ത് നമുക്കൊരു 10 മിനിറ്റ് കിട്ടിയപ്പോ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ തമ്മില്. അപ്പൊ ഇവൻ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. അതൊരു നല്ല ലോജിക് ആയിരുന്നു. എന്താന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഇറ്റ്സ് നൈസ്. കേൾക്കാൻ നല്ല രസമാണ്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ നല്ല രസമായിരിക്കും. അത് സേവ് ദ ഡേറ്റ് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം. സേവ് ദ ഡേറ്റിന് വീഡിയോ ബ്ലോഗിലെല്ലാം നമുക്ക് എന്താ പ്ലാൻ ചെയ്തതെന്നൊക്കെ ഞങ്ങൾ പതിയെ പറയാം. ഇപ്പൊ ഒന്നും പറയുന്നില്ല. ഇത്രയും ദിവസം അതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ നീ പറഞ്ഞ ഐഡിയ നല്ലതാ. ലൈക്ക് എനിക്കിത് കേൾക്കുമ്പോ രസം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും അറിയില്ല. ലെറ്റ്സ് ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ്. ഇപ്പൊ നമ്മൾ സിഗ്നൽ നമ്മളിപ്പോ കലൂറാണ്. ഇനി നേരെ നമ്മൾ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഒരു ബസ് ഞങ്ങളെ കുറെ നേരമായിട്ട് ചേസ് ചെയ്യുന്നു. അതിന് ഞങ്ങള് വിട്ടുകൊടുക്കാണ്. നമ്മുടെ സൈഡിൽ തന്നെ ഉണ്ട് ഗൈസ്. നമ്മളിങ്ങനെ തേച്ച്
തേച്ചെടുത്തേക്കും, മാന്യമായിട്ട് പോകത്തില്ല. ഇങ്ങനെ നമ്മൾ അവനെ ചൊറിയാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നു ഗൈസ്. അവൻ എത്ര നേരം വരും നമ്മുടെ പുറകെ വരും എന്ന് അറിയില്ല. കുറെ നേരമായിട്ട് ഓൺ അടിക്കുന്നുണ്ട്. ഇതുപോലെ എനിക്ക് വെറുപ്പിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല ഗൈസ്. മാന്യമായിട്ട് വെറുപ്പിക്കണം. അതെ, ഈ ഇതിന്റെ ഇടയിൽ കൂടെ എത്ര ദൂരം ഓടാൻ പറ്റും അവന്? അവിടെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇനി പോയിട്ട് ഇനി നമ്മള് ബിഗ് ബോസിൽ ആരെ എവിക്ട് ചെയ്യും അതാണ് ഇനി കാണാൻ പോകുന്നത്. ഇന്നത്തെ എവിക്ഷൻ എന്തായിരിക്കും എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ബിഗ് ബോസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ബിഗ് ബോസ് ടുഡേ നമ്മൾ കാണാൻ പോകുന്നു ഗൈസ്. എന്താന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നമ്മള് ലാസ്റ്റ് വീക്ക് ഫുള്ള് കണ്ടിട്ടുണ്ടാവും. ഷാനവാസും എല്ലാരും, ഷാനവാസിനൊക്കെ ഹോസ്പിറ്റലിൽ കണ്ട് അഡ്മിറ്റ് ചെയ്തു അല്ലേ? ഷാനവാസിന്റെ ഒരു വിവരമില്ല കുറച്ച് ദിവസമായിട്ട്. നമ്മളും ആലോചിച്ചോണ്ടിരിക്കുക ഷാനവാസിന് എന്താ പറ്റിയേ, ഇന്ന് ആരെ എവിക്റ്റ് ആവും അറിയില്ല. ഇന്ന് എനിക്ക് കുറച്ച് ഹിന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഹിന്റ് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ ഹിന്റ് എന്ന് വെച്ചാൽ ഫേവറേറ്റ് പേഴ്സൺ ഒക്കെ ആവാം, പക്ഷെ അത് നമ്മ പറഞ്ഞിട്ട് കാര്യമില്ല. ആര്യൻ എവിക്റ്റ് ആവുന്ന മാത്രം നീ പറയല്ലേ. ഇന്ന് ആര്യൻ എവിക്റ്റ് ആവും. ഇന്ന് ഗൈസ് എനിക്കൊരു കുറച്ച് ഹിന്റ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ആര്യൻ എവിക്റ്റ് ആവുന്നാണ് ഞാൻ കണ്ടത്, കിട്ടിയത് എനിക്ക്. ഓക്കെ, ആര്യന് അതിനകത്ത് നല്ല സ്കില്ലുള്ള ആളാ. സ്കില്ലുണ്ടാവാം, അത് ഫസ്റ്റ് വിന്നർ ആവാൻ പോകുന്ന ആളാ. അപ്പൊ ആര്യൻ ഒരിക്കലും എവിക്റ്റ് ആവില്ല. നിന്റെ ഒരു തോട്ട്. പക്ഷെ എനിക്ക് കിട്ടിയതും ഇതും വെച്ചിട്ട് ഇന്ന് ആര്യൻ എവിക്റ്റ് ആവുന്നാണ് എന്റെ ഒരു തോന്നല്. എന്താ വെച്ചാൽ ആര്യൻ നല്ലൊരു പ്ലെയർ ആണ്, ഒരു ഗെയിമർ ആണ്, എന്ത് വേണേലും ആവാം. പിന്നെ ലാസ്റ്റ് വീക്കില് അവര് കാണിച്ചത് കുറച്ച് ആവശ്യമില്ലാത്ത പരിപാടിയാണ്. അതിന് അവൻ കൂട്ട് നിന്നത് കൊണ്ടോ എന്തേലും ആവാം. മേ ബി അത് ആയാൽ അത് ഓക്കെ, ബട്ട് 100% അത് ആര്യന്റെ തെറ്റല്ല. പക്ഷെ അവൻ കൂട്ട് നിന്നതുകൊണ്ട് മേ ബി ആര്യൻ ഒരു നെഗറ്റീവ് ഫീല് പുറത്തേക്ക് പോയിട്ടുണ്ടാവും. മേ ബി ഇപ്പൊ നമ്മള് ഇത് ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ആര് വിക്റ്റ് ആവണം, ആര് നിക്കണോന്നൊക്കെ. ഓക്കെ, മേ ബി PR ഉള്ളവര് നിന്ന് പോകും, എന്ത് വേണേലും ആവാം. എൻഡ് ഓഫ് ദ ഡേ നമ്മള് തീരുമാനിക്കും ആര് നിക്കണം വേണ്ടെന്നൊക്കെ. ആര്യന് ഇന്ന് എവിക്റ്റ് ചെയ്താലും ആര്യനെ മറ്റേ സീക്രട്ട് റൂമിൽ ഇരുത്തും. 2 ദിവസം അവിടെ ഇരുന്ന് കളി കാണിച്ചിട്ട് പിന്നെ പുറത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ ഒരു ഇതും കൂടെ ബിഗ് ബോസിൽ ഉണ്ടാവും. പക്ഷെ അത് അവര് ഓഡിയൻസ് എവിക്റ്റ് ചെയ്യുന്ന ഒരാള് ഇങ്ങനെ കൊണ്ടുവരില്ല തിരിച്ച്. അത് ബിഗ് ബോസ് ആയിട്ട് എവിക്റ്റ് ചെയ്ത് പറഞ്ഞു വിടുന്ന ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ നെവിനല്ലേ പറഞ്ഞു വിട്ട് എന്ത് നിക്കേ ഞാൻ പറയാം. ആദിലേനെ ലാസ്റ്റ് ടൈം ആദിലേനെ ആരെ എവിക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ബിഗ് ബോസിലെ ആൾക്കാർ എല്ലാരും കൂടെ തീരുമാനിച്ചു ആദിലേനെ പറഞ്ഞിട്ട് ഒരു പ്രാങ്ക് സെറ്റ് ചെയ്തില്ലേ? അവള് പുറത്തു വരെ പോയിട്ട് തിരിച്ചു വന്നില്ലേ? അതുപോലെ നെവിനും പുറത്തു പോയിട്ട് തിരിച്ചു. പക്ഷെ ഇത് മൊത്തത്തില് എല്ലാരും പറ്റിച്ചോണ്ടൊരു സാധനം വരും. ഇത്തവണ അങ്ങനെ ആരെങ്കിലും വെച്ചായിരുന്നു സീക്രട്ട് റൂമില്? എനിക്കറിയില്ല, ഞാൻ അത്ര ഇല്ലെന്ന് തോന്നുന്നു. സീക്രട്ട് റൂമിലൊന്നും ആരും വെച്ചിട്ടില്ല ഇത്തവണ. ഓക്കെ, അപ്പൊ നമ്മൾ അത് പോയിട്ട് കാണണം. അവര് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് ഇനി ബിഗ് ബോസിൽ. നമ്മൾ ഔട്ട് ചെയ്യുന്നതിന് മുമ്പേ അതെല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും. ഒരു കാര്യമില്ല. ഓക്കെ, നിങ്ങളും കണ്ടിരിക്കുക ഗൈസ്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ബിഗ് ബോസ് അത് കാണുക. ഞങ്ങളുടെ ബിഗ് ബോസ് ഫാൻ ആണെങ്കിൽ കമന്റ് ചെയ്യട്ടെ. നമ്മളെ പോലെ ആദ്യം നമ്മള് സ്റ്റാർട്ടിങ്ങിലൊന്നും കാണാൻ അത്ര വൈബില്ലായിരുന്നു. പിന്നെ ഡെയിലി കണ്ടുകൊണ്ട് നമ്മള് അത് ഒരു ലൈഫ് സ്റ്റൈൽ ഒരു പാർട്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. ഡെയിലി ലൈഫ്. ഓക്കെ, ഇത് കണ്ട് നമ്മൾ ഉറങ്ങുന്ന പോലെ ഒരു ഡെയിലി പാർട്ട് ആയിട്ടുണ്ട് അത് കാണുന്നത്. ഓക്കെ, അതാണ് ഗൈസ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അപ്പൊ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഡേ ടുഡേ അല്ലേ? ഇനി നമ്മള് പോയിട്ട് ആരും എവിക്റ്റ് ആവില്ല എന്ന് നമുക്ക് ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ല. എന്റെ ഒരു ഹിന്ദില്, എനിക്ക് കിട്ടിയ ഹിന്ദില് ആര്യൻ എവിക്റ്റ് ആവുമെന്നാണ് ഇന്ന് തോന്നുന്നത്. സോ അത് നമുക്ക് കാണാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഡേ ഗൈസ് ടുഡേ. നമ്മള് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് വീട്ടിലെത്തണം ഗൈസ്. അത്രേ ഉള്ളൂ ഗൈസ്. നമ്മള് അതുപോലെ മാരേജിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ്, ലൈക്ക് നമ്മള് ബാക്കി കോസ്റ്റ്യൂംസ് പർച്ചേസ് ചെയ്യുന്നത്, അങ്ങനത്തെ ഓർണമെന്റ്സ് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് നമ്മളെല്ലാം വീഡിയോയിൽ കാണിക്കാം. ഇഫ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അതും കമന്റ് ചെയ്യൂ. നമ്മൾ ഇതുപോലത്തെ ഐറ്റംസ് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അതും കമന്റ് ചെയ്യൂ. ഞങ്ങൾ അതും കാണിക്കാം. എന്താ വെച്ചാൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ അല്ല, എല്ലാം ഞങ്ങൾ കാണിക്കും ഗൈസ്. നിങ്ങൾക്ക് വേണേ കാണാം, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോവാം. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ കമന്റ് ചെയ്യൂ. ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. നമ്മളെ പോലെ തന്നെ ഈ ലൈക് ഫെബിലൊക്കെ കുറെ മാരേജസ് ഉണ്ട്. അപ്പൊ ആൾക്കാർക്ക് ഇതുപോലത്തെ സാധനങ്ങൾ അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും. മേ ബി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കാണുക ഗൈസ്. ഇല്ലാത്തവര് സ്കിപ്പ് ചെയ്ത് പോവാ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക ഗൈസ്. സോ അടുത്ത വീഡിയോയിൽ കാണാം. വി ആർ ഗോയിങ് ഗൈസ്. ഹാപ്പി ബിഗ് ബോസ്. ഹാപ്പി സൺഡേ ഗൈസ്.
ഇന്ന് സാറ്റർഡേ ആണ്. സോ ഹാപ്പി സൺഡേ. ഓക്കെ ബൈ. അപ്പൊ പോവല്ലേ. ബൈ ഗായ്സ്.